വായുമാർഗമുള്ളതാണ്. ശബരിമലയ്ക്ക് ഇത്ര തൊട്ടടുത്ത് 1.5 ലക്ഷം ആളുകൾ കയറിപ്പറ്റുന്നത്, അയ്യപ്പന്മാർ അവിടെ സംഭവിക്കുന്നത് ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതെന്ത് ചരിത്രപ്പ്? അവിടെ തീവ്രവാദികൾ കേന്ദ്രമാക്കിയതിൽ ആദ്യം നാളെ ചർച്ച ചെയ്യുന്നത്. അവിടെ തീവ്രവാദികൾ കേന്ദ്രമാക്കിയില്ലെങ്കിൽ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എന്ത് ചരിത്രമായിരുന്നു ഈ ശബരിമല ഏർപ്പെടുത്തുന്നത്? ഇവിടെ ചില അയ്യപ്പന്മാരെ പറ്റി പോയി പിടിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ADGP മകരവിളക്ക് ദിവസം ചാനലുകളോട് സംസാരിക്കുന്നത് നമ്മളൊക്കെ കണ്ടു. എന്നിട്ട് സംപ്രേഷണം ലൈവ് ടെലികാസ്റ്റിന്റെ സമയത്ത് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതിൽ അദ്ദേഹം ADGP പറഞ്ഞ കാര്യം, ഞങ്ങൾ ഭക്തന്മാർക്ക് വേണ്ട എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്. 10-11 തീയതികളിലെ അഭൂതപൂർവമായ തിരക്കായിരുന്നു സന്നിധാനത്തേക്ക്. പക്ഷെ എന്താണെന്ന് അറിയില്ല, 12, 13, 14 തീയതികളിൽ അയ്യപ്പന്മാരുടെ വരവൊന്ന് കുറഞ്ഞു. 10-11 തീയതികളിൽ വൻ തിരക്കായിരുന്നു. പക്ഷേ 12, 13, 14 തീയതികളില് ആ തിരക്കൊന്ന് കുറഞ്ഞു. കേട്ട ഞാൻ എന്തിനാണ് അയ്യപ്പന്മാര് കുറയെ? ബഹുമാനപ്പെട്ട ADGP ഈ പത്രപ്രസ്താവന കൊടുക്കുമ്പോ, ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോ നോക്കിയ കാരണം ഗുരുതരമായ അയ്യപ്പന്മാരൊക്കെ വെണ്ടയുടെ തിരക്ക് പറഞ്ഞ അയ്യപ്പന്മാര് മുന്നുമണി കയറിയിരിക്കുന്നത് ഇത് ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടുണ്ട്. ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ആദ്യം ആഭ്യന്തര വകുപ്പിന്റെ നേരെ നമ്മുടെ വെറുതെ വരുന്നത്. ഇനി പല കാര്യങ്ങളിൽ പറഞ്ഞ് തടിയിടുന്ന വനവകുപ്പിനെ പറ്റി ചിന്തിക്കുക. ശബരിമല തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നിരവധി അവലോകന യോഗങ്ങൾ സന്നിധാനത്തിൽ പമ്പയിൽ നടക്കാറുണ്ട്. ഈ അവലോകന യോഗങ്ങളിലൊക്കെ എല്ലാ വകുപ്പിനെയും പ്രതിനിധികൾക്കും വനംവകുപ്പിന്റെ, ആഭ്യന്തര വകുപ്പിന്റെ, ആരോഗ്യ വകുപ്പിന്റെ, മറ്റേ വാർത്താ വകുപ്പ് എല്ലാവരും പോകും. വനംവകുപ്പ് എല്ലാവരും പോകും. TED എഴുതി വാങ്ങിക്കുകയും ചെയ്യും. TED എഴുതി വാങ്ങാൻ വേണ്ടി മാത്രമാണ് അവലോകന യോഗം നടത്തുന്നത്. വനംവകുപ്പ് ഈ അവലോകന യോഗങ്ങളിൽ പോയിട്ടില്ലേ? ഈ വർഷം ആദ്യമല്ല അയ്യപ്പന്മാരെത്തുന്നത്, കഴിഞ്ഞ വർഷമുണ്ട്. അപ്പൊ വനംവകുപ്പ് അങ്ങനെ ഒരു കാര്യം അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ പുല്ലുമായിട്ട് എത്രയധികം അയ്യപ്പന്മാർ തോട് വാങ്ങിയ കണക്കില്ലേ? തോട് വാങ്ങിയതിനെ പറ്റി കണക്കെടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര നോക്കി അവിടെ കിടക്കുന്നത്, എത്ര അയ്യപ്പന്മാരുടെ കൃത്യമായി വനംവകുപ്പിനറിയാം. ഈ അയ്യപ്പന്മാർക്ക് സൗകര്യം വേണമെന്ന് ഏതെങ്കിലും ഒരു അവലോകന യോഗത്തിൽ വനംവകുപ്പ് ആവശ്യപ്പെട്ടതായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി കൈകളിലുള്ള ദേവസ്വം ബോർഡ് അവർക്കറിയില്ലേ 8 കിലോമീറ്റർ 5 അല്ലെങ്കിൽ 8 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കുക. 1000 നാഴിക അകലെന്ന് വരുന്ന അയ്യപ്പന്മാർ ദേവസ്വം ബോർഡിന്റെ ഭാഗമാണ്. 1000 നാഴിക അകലെന്നല്ലേ അയ്യപ്പന്മാർ വരുന്നത്? 5-8 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന സ്ഥലം ദേവസ്വം ബോർഡിന്റെ പരിധിയിലല്ല, ഇൻഷുറൻസിന്റെ പരിധിയിലല്ല എന്ന് പറയുമ്പോൾ ഈ 1000 നാഴിക അകലെന്ന് വരുന്ന അയ്യപ്പന്മാര് ഈ ഒറ്റ അയ്യപ്പ സ്വാമിയെ ലക്ഷ്യമാക്കിക്കൊണ്ടല്ലേ വരുന്നത്? എങ്ങനെ ദേവസ്വം ബോർഡിന്റെ കൈയടിയാൻ പറ്റുള്ളൂ? 1000 നാഴിക അകലെന്ന് വരുന്ന പണം പറ്റുന്നില്ലേ? അവരുടെ ജീവൻ ദേവസ്വം ബോർഡിന് ബാധ്യതയില്ലേ? അവർക്ക് അറിയിക്കാനും വരാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടി ഒറ്റ കളിച്ചപ്പോഴാണ് അയ്യപ്പൻ ആരുമില്ലാത്തൊരവസ്ഥയില് സമാജം മാത്രമേ പിന്തുണയുള്ളൂ എന്നൊരു ദുരവസ്ഥയിൽ വന്നെത്തിയിരിക്കുന്നു. ഇവിടെ കൊണ്ട് കഴിക്കില്ല. മകരവിളക്ക് ദുരന്തം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ അന്വേഷിക്കുന്നു. അന്വേഷണം കാര്യമായി നടക്കണം എന്ന അഭിപ്രായം നമുക്കുണ്ട്. കാരണം ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. സിനി ക്യാമ്പ് നടന്ന വാഗമൺ മലയിൽ നിന്ന് വളരെ അടുത്ത വനപ്രദേശമാണ് പുല്ലുമേട് പ്രദേശം. ആ വാഗമൺ ക്യാമ്പ് നടന്ന ആ സ്ഥലത്ത് നിന്ന് സ്ഥിരമായി ഗൈഡിംഗ് നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിൽ നാളെ കോഴിക്കോട് മിഠായി തെരുവ് സ്ഫോടനമൊക്കെ രണ്ടാമത് മാറിയതുപോലെ നാളെ മാറുന്നതും പറയില്ലേ? അപ്പോ അന്വേഷണ കാര്യമായി നടക്കണം എന്ന് നമുക്കൊക്കെ ഇല്ലേ? പക്ഷെ അന്വേഷിക്കാൻ തന്നെ പ്രതികരിക്കും. അന്വേഷിക്കാതെ ശവത്തിലേക്ക് പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിയപ്പോ തന്നെ ഇവിടെ ചിലർ പ്രതിയെ കണ്ടുപിടിച്ചു പോയി. ആരാ പ്രതി? പണ്ടൊരു വിദ്വാന് തലവേദന പിടിച്ച കഥ വെച്ചിട്ടില്ലേ? ഗംഭീര തലവേദന ചെയ്യാൻ എല്ലാ ഡോക്ടർമാരും ആദ്യത്തെ ഡോക്ടർ വന്നു. തനിക്ക് തലവേദനയുടെ കാരണം നീരർത്ഥമാണ്, തലനീരറിയാമെന്ന്. അതിന് ചികിത്സിച്ചു. നീരർത്ഥം പറഞ്ഞില്ല, തലവേദനയും പറഞ്ഞില്ല, ഡോക്ടറിന്റെ കാശ് പോയി. വേറെ ഡോക്ടറെ തന്നെ കണ്ടു. അയാൾ പറഞ്ഞ കണ്ണിന്റെ കുഴപ്പമാണ്. കണ്ണട വെച്ചു, മരുന്ന് വെച്ചു. ഒരു കുഴപ്പമില്ല, ഡോക്ടറുടെ കണ്ണിന്റെ കുഴപ്പം മാറിയതല്ലാതെ രോഗിക്ക് യാതൊരു മാറ്റമുണ്ടാവില്ല. അടുത്ത ആളെ തന്നെ കണ്ടപ്പോ പറഞ്ഞ മെന്റൽ ടെൻഷൻ ആണെന്ന് പറഞ്ഞു. അതിനല്ല, ടെൻഷൻ റിലീസ് ചെയ്യാനുള്ള ചികിത്സയൊക്കെ നടത്തി. അപ്പോഴും തലവേദന അതേ കുഴപ്പമില്ല. 4ാമത്തെ ഒരു ഡോക്ടറെ എത്തി. അയാൾ എല്ലാം പരിശോധിച്ചു. ഇപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ തലവേദനയുടെ യഥാർത്ഥ കാരണം പിടികിട്ടിയത്. എന്താ കാരണം? നിനക്ക് തലയുണ്ടായത്, തലയിലേക്ക് തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനുള്ള ചികിത്സ എന്താ? തല വെട്ടി മാറ്റിയ പിന്നെ നിനക്ക് ആയുസ് തലവേദന വരുന്നുണ്ട്. തലയെ നോക്കി വെട്ടി
ആരെ ഉത്തരവാദി? മകരവിളക്ക്. അതുകൊണ്ട് മകരവിളക്കിനെ കുറിച്ച് നോക്കിക്കൊല്ല. നമ്മൾ വിധിച്ചു മകരവിളക്കിനെതിരെ കേസായി, കൂട്ടമായി, പരാമർശമായി ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾ തെരുവോടങ്ങളിലിട്ട് വിഴിപ്പലക്കുന്നത് പോലെ അലക്കണം പറഞ്ഞു. ഒരു സംഘടിത സമാജമായിരുന്നു ഇത് സംഭവിക്കുമായിരുന്നില്ല. ചിന്തിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടമോട് നടക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ പ്രമുഖ ചിന്തകരും എഴുത്തുകാരും ബുദ്ധിജീവിയും സാംസ്കാരിക നായകനെല്ലാം സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു മാന്യദേഹം ഒരു സാഹിത്യ കലകളില് കോട്ടയ്ക്ക് പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിനടുത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. 11 മണിയോടെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ച നേരത്താണ് ഈ ചടങ്ങ് വരുന്നത്. ആ ചടങ്ങിലെത്താൻ മാന്യദേഹം അപ്പ കണ്ടതിനെ എപ്പോൾ ചെയ്യപ്പെടുന്നതാണ് ഭാഷണം എന്ന് പറയുന്നത്. ഈ മാന്യദേഹം അതിനെപ്പറ്റി പറഞ്ഞാൽ എന്താണെന്നറിയോ? മകരവിളക്ക് അനാചാരമാണ്. പോസ്റ്റ്മോർട്ടം നടത്തുന്ന അയ്യപ്പന്മാരുടെ അനാചാരമാണ്. അടുത്തത് പറഞ്ഞു, ദൈവത്തിന്റെ മക്കളെ നോക്കാൻ കഴിയാത്ത ദൈവത്തിനോട് നമുക്കെന്തിനാ ഭക്തി? ആ മാന്യദേഹം ചോദിക്കുക, ദൈവത്തിന്റെ മക്കളെ പോലും നോക്കാൻ കഴിയാത്ത ദൈവത്തിനോട് നമുക്കെന്തിനാ ഭക്തി? അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാം, കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം അതാണെങ്കിൽ ആ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷെ ചില ചെറിയ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. തീർത്ഥാടന സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും അപകടപ്പെടുന്ന ആദ്യമല്ല. സൗദി അറേബ്യയിലെ കാക്കയിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തെക്കിലും തിരക്കിലും പെട്ട് 100 കണക്കിന് ഹജ്ജാജിമാർ മരിച്ചിട്ടുണ്ട്. മിനായിലെ കുടിയേറ്റ തീപിടിച്ച് ഹജ്ജാജിമാർ മരിച്ചിട്ടുണ്ട്. അതിലൊക്കെ മലയാളികളെ ഉൾപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ ഈ മാന്യദേഹ ജീവനോടുണ്ട്. വേളാങ്കണ്ണി പള്ളിയിൽ 2004 സുനാമി അടിച്ചു കയറിയപ്പോ 1-ാം നിലയിൽ 2-ാം നിലയിൽ കുർബാന കൈക്കൊണ്ടിരുന്ന ഭക്തജനങ്ങൾ കടലിൽ വീണ് മരിച്ചപ്പോ സേവാഭാരതിയുടെ പ്രവർത്തകർ ചളിയിലേക്ക് 1-2 നിലയിൽ ശവം പെറുക്കിയെടുത്ത് കൊണ്ടുണ്ട്. 1-ാം നിലയിൽ മാത്രമല്ല 2-ാം നിലയിൽ വരെ കുർബാന കൈക്കൊണ്ടിരിക്കുന്നവരുടെ ശവം ചളി കൂമ്പാരത്തിൽ നിന്ന് പെറുക്കിയെടുക്കേണ്ട അവസ്ഥ വന്നു. അന്നും ഈ മാന്യദേഹ ജീവനോടുണ്ട്. അങ്ങോട്ട് വായന നാവുണ്ട്. അത് കണ്ടുമുട്ടാൻ പറ്റുന്നില്ല. കൊള്ളു പകരേറ്റ് അത് അന്ന് വായനല്ലേ. പക്ഷെ അന്നത്തെ ചോദിച്ചില്ല, ദൈവത്തിന്റെ മക്കളെ പോലും നോക്കാൻ കഴിയാത്ത ദൈവത്തിനോട് നമുക്കെന്തിനാ ഭക്തി എന്നൊക്കെ ചോദിച്ചില്ല. ശബരിമല തീർത്ഥാടനങ്ങള് ഭജനാവിന് വരുമാനം ഉണ്ടാക്കുന്ന തീർത്ഥാടനങ്ങളല്ല മറ്റതൊക്കെ. ഭജനാവിന് പുറത്തോട് തീർത്ഥാടനം. എന്നിട്ട് കൂടി ആ മാന്യദേഹം ചോദിച്ചത് ഇത് എന്തിനാണ്? അന്ധവിശ്വാസമല്ലേ? ദൈവത്തിന്റെ മക്കളെ നോക്കാൻ കഴിയാത്തവർക്ക് നിങ്ങൾ എന്തിനാ പോകാൻ എന്ന് അധികം ചോദിച്ചില്ല. നമ്മൾ ചോദിക്കുന്നത് നാളെന്ന്. നാളെ തന്നെ കിടക്കില്ല. നാളെ കിടക്കുന്നത് തല കയറ്റിന്റെ മുകളിൽ വീഴും. അതുകൊണ്ട് അതവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് വേണ്ടാത്ത അഭിപ്രായ പ്രകടനങ്ങൾക്കൊന്നും നടന്നില്ല. എഴുതേണ്ട വലത്തെ കയ്യോടെ ജോസഫ് സാറിന്റെ അനുഭവം നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് വേണ്ടാത്തവർക്കൊന്ന് പോയി തലയിടരുത് എന്ന് ഇത്തരം ബുദ്ധിജീവികൾക്ക് നല്ലോണം അറിയാം. ഹിന്ദുവിന്റെ മണ്ടക്കാണെങ്കിൽ ഇപ്പൊ ഓടിക്കയറാം. അപ്പൊ ചോദിച്ചു എന്തിന് ഏതിനെ ചോദിച്ചു. ഇനി വംശനാശം വരുന്ന ചില രീതികളുണ്ട്. ശാസ്ത്ര സാഹിത്യങ്ങൾ